ഹലോ, ടെക്നോ ടിപ്സ് ഓറിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ടെക്നോ ടിപ്സ് ഓറിയയിലെ സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് പ്രകാരം ഇൻ്റഗ്രേറ്റഡ് ബ്രേക്കിംഗ് സിസ്റ്റം അഥവാ കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള വണ്ടികളിലെ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് എങ്ങനെയാണെന്നുള്ള വീഡിയോയാണ് ടെക്നോ ടിപ്സ് ഓറിയയിൽ നിന്ന്. ഈ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള വണ്ടിയുടെ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നിങ്ങൾക്ക് ഏവർക്കും വളരെ ലളിതമായി വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റമുള്ള വണ്ടിയുടെ ഫ്രണ്ട് വീലിലെ ബ്രേക്ക് ആമിൽ 2 അഡ്ജസ്റ്റിംഗ് നട്ടും 2 ബ്രേക്ക് കേബിളും വന്നിട്ടുണ്ടാവും. സാധാരണയായി ബ്രേക്ക് ലിവറിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നും 20 മുതൽ 30 മില്ലിമീറ്റർ വരെയാണ് ഫ്രീ പ്ലേ വരേണ്ടത്. ഈ വണ്ടിയിൽ ഓവർ പ്ലേ ആണുള്ളത്. വണ്ടിയുടെ വലതുഭാഗത്തുള്ള ബ്രേക്ക് ലിവർ ഫ്രണ്ട് ബ്രേക്കിങ്ങിന് വേണ്ടിയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. എന്നാൽ ഫ്രണ്ട് വീലിൽ വരുന്ന 2 ബ്രേക്ക് കേബിളുകളിൽ ഏത് കേബിളാണ് റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവറിൽ നിന്നും വന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. വലതുഭാഗത്തെ ബ്രേക്ക് ലിവർ തുടർച്ചയായി ഇതുപോലെ ചലിപ്പിച്ചുകൊണ്ട് ബ്രേക്ക് ആമിൻ്റെ താഴെ വരുന്ന അഡ്ജസ്റ്റിംഗ് നട്ട് നമ്മൾ വലിച്ചു പിടിച്ചു നോക്കാം. ബ്രേക്ക് ആം അനങ്ങുന്നുണ്ട്, അതായത് മുകളിലത്തെ ബ്രേക്ക് കേബിൾ വലിയുന്നുണ്ടെന്നർത്ഥം. അതായത് മുകളിൽ വരുന്ന കേബിളാണ് റൈറ്റ് സൈഡിലെ കേബിൾ. ഒരു 14 മില്ലിമീറ്റർ ഡബിൾ ഓപ്പൺ സ്പാനർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലെ ബ്രേക്ക് ലിവറിൽ നിന്ന് വരുന്ന ഫ്രണ്ട് ബ്രേക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് ചുമ്മാ കിടന്ന് തിരിയുകയാണെങ്കിൽ ഒരു 8 മില്ലിമീറ്റർ സ്പാനർ എടുത്ത് ബ്രേക്ക് കേബിളിൻ്റെ ഈ കാണുന്ന സ്ഥലത്ത് നട്ടിൽ ഒന്ന് ലോക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വലത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ 20 മുതൽ 30 മില്ലിമീറ്റർ ഫ്രീ പ്ലേ കിട്ടും വരെ നമുക്ക് ഈ അഡ്ജസ്റ്റിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം. എന്നാൽ ഇടത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ നിന്നും ഫ്രണ്ട് വീലിലേക്കും ബാക്ക് വീലിലേക്കും 2 കേബിളുകൾ വഴി കണക്ഷനുണ്ട്. ബ്രേക്ക് ആമിൻ്റെ താഴെ വരുന്ന കേബിളാണ് അതിലൊന്ന്. ഈ ലിവറിൽ നിന്നുള്ള 2ാമത്തെ ബ്രേക്ക് കേബിൾ ഇതിനുള്ളിലൂടെ പോയി ബാക്ക് വീലിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതായത് ഒരേ സമയം ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് വീലിലും ബാക്ക് വീലിലും ബ്രേക്കിംഗ് അപ്ലൈ ആകുമെന്നർത്ഥം. അതുകൊണ്ടാണ് കോമ്പിനേഷൻ ബ്രേക്കിംഗ് എന്ന് പേര് വന്നത്. ബാക്ക് വീലിലെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും ശ്രദ്ധിക്കാനില്ല. മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു 14 മില്ലിമീറ്റർ ഡബിൾ ഓപ്പൺ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ഇത് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റിംഗ് നട്ട് ഇവിടെയും ചുമ്മാ കിടന്ന് തിരിയുകയാണെങ്കിൽ ഈ കാണുന്ന 8 മില്ലിമീറ്റർ നട്ടിൽ ഒരു 8 മില്ലിമീറ്റർ സ്പാനർ ഉപയോഗിച്ച് ഇതുപോലെ ലോക്ക് ചെയ്താൽ നമുക്ക് ബ്രേക്ക് സിമ്പിളായി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബ്രേക്ക് ലിവറിൽ 20 മുതൽ 30 മില്ലിമീറ്റർ ഫ്രീ പ്ലേ വരും വരെ ബാക്ക് ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം. ഈ ബ്രേക്ക് ലിവറിൽ നിന്ന് തന്നെ ഫ്രണ്ട് വീലിലേക്ക് വരുന്ന കോമ്പിനേഷൻ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരല്പം ശ്രദ്ധിക്കേണ്ടത്. ബാക്ക് വീലിലെ ബ്രേക്ക് അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്തതിനേക്കാൾ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഇനി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്ന കോമ്പിനേഷൻ ബ്രേക്കിംഗ് സിസ്റ്റത്തിലെ അഡ്ജസ്റ്റിംഗ് നട്ട് ടൈറ്റ് ചെയ്യാവൂ. ഇവിടെ നിങ്ങൾ കൂടുതൽ ടൈറ്റ് ചെയ്താൽ ഇടത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് വീലിനേക്കാൾ കൂടുതൽ ബ്രേക്കിംഗ് ഫ്രണ്ടിൽ വരുന്നതുകൊണ്ട് നിങ്ങൾ മറിഞ്ഞു വീഴാൻ സാധ്യതയേറെയാണ്. ഇടത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ ഒരല്പം ബലം കൊടുത്ത് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഫ്രണ്ട് വീൽ പൊക്കി നമുക്ക് ഫ്രണ്ട് വീലൊന്ന് കറക്കി നോക്കാം. വീൽ ഫ്രീ ആയി കറങ്ങുന്നുണ്ടെങ്കിൽ കോമ്പിനേഷൻ ബ്രേക്കിംഗ് അഡ്ജസ്റ്റിംഗ് നട്ട് ഒരു ടേൺ നമുക്ക് ഇതുപോലെ തിരിച്ചിടാം. വീണ്ടും വീൽ കറക്കി നോക്കി ഫ്രീ ആയി കറങ്ങുന്നുണ്ടോ എന്ന് നോക്കാം. വീൽ ഫ്രീ ആണെങ്കിൽ ഒരു ടേൺ കൂടി നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇടത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫ്രണ്ട് വീൽ വളരെ ചെറിയ തോതിൽ കറങ്ങുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തുടക്കക്കാർക്ക് നല്ലത്. അതായത് ഇതുപോലെ ഉയർത്തി പിടിച്ചുകൊണ്ട് കറക്കുമ്പോൾ ടയറിൽ കറക്കം നിൽക്കണം. അതുപോലെ ടയറിൽ ഒരല്പം ബലം കൊടുത്ത് കറക്കുമ്പോൾ ടയർ ചെറുതായി ഒന്ന് കറങ്ങുകയും വേണം. ഇതാണ് കറക്റ്റ് പൊസിഷൻ. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടത് ഭാഗത്തെ ബ്രേക്ക് ലിവറിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബാക്ക് വീലിൽ നന്നായി ബ്രേക്കിംഗ് വരണം. അതുപോലെ ഫ്രണ്ട് വീലിൽ വളരെ കുറഞ്ഞ തോതിൽ ബ്രേക്കിംഗ് വരാവൂ എന്ന് സാരം. കോമ്പിനേഷൻ ബ്രേക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ട് ടയറിൻ്റെ കറക്കം നിൽക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇതുപോലെ ബലം പിടിച്ച് കറക്കി കഴിഞ്ഞാൽ കറങ്ങുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്